Welcome to Plus 2 Physics, Electromagnetism 1. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പരിചയപ്പെട്ടു. എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വഭാവം, ആ ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ചാർജ് കൊണ്ടുവച്ചാൽ ഈ ഫീൽഡ് അതിലൊരു ഫോഴ്സ് സപ്ലൈ given by F equals E into Q is the intensity of the field. ഈ ഫോഴ്സ് ഇനിയിപ്പോൾ എഫ് ഇലക്ട്രിക്കൽ എന്ന് വിളിക്കുന്നു. എഫ് ഈക്വൽസ് ഇ ക്യു. ഇവിടെ ഈ ചാർജിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒരു പ്രശ്നമല്ല. ചാർജ് അനങ്ങാതിരുന്നാലും ചാർജ് ചലിപ്പിക്കുന്നതാണെങ്കിലും എല്ലാം ഈ ഫോഴ്സിനൊരു മാറ്റവുമില്ല. ദാറ്റ് ഈസ് ഇ ഇൻറ്റു ക്യു. ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയുമായിട്ട് ഈ ഫോഴ്സിനൊരു ബന്ധവുമില്ല. ഇലക്ട്രോൺ ക്യാൻ ബി അറ്റ് റെസ്റ്റ് ഓർ ഇറ്റ് ക്യാൻ മൂവ് വിത്ത് എനി വെലോസിറ്റി ഇൻ എനി ഡയറക്ഷൻ. ദി ഫോഴ്സ് ഈസ് ദി സെയിം. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വഭാവം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ജനറലായിട്ട് ബേസിക്കായിട്ട് പറഞ്ഞാൽ കറണ്ടിൻ്റെ കറണ്ട് ഒഴുകുന്ന ഒരു കമ്പിക്ക് ചുറ്റുമുള്ള സ്പേസ് മാഗ്നറ്റിക് ഫീൽഡാണെന്ന് പറയും. കറണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ്. എവിടെ കറണ്ടുണ്ടോ അവിടെയെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാറ്റിക് ആണെന്ന് പറയും. സ്റ്റഡിയാണ്, കോൺസ്റ്റൻറ്റ് സ്ട്രെങ്ത്. ഏത് പോയിൻ്റ് എടുത്താലും അവിടുത്തെ സ്ട്രെങ്ത്, ഇൻറ്റൻസിറ്റി, ആ ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്റ്റാറ്റിക് ഫീൽഡാണ്. അപ്പോൾ കറണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം സ്റ്റാറ്റിക് ഫീൽഡ് വരും. പ്രൊവൈഡഡ് ദി കറണ്ട് ഈസ് എ സ്റ്റഡി കറണ്ട് ഓർ ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ ഒരു കമ്പിയിൽ കൂടെ കറണ്ട് ഒഴുകും, അതിന് ചുറ്റുമുള്ള സ്പേസ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതുകൂടാതെ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ട്, അതിൻ്റെ ചുറ്റുമുള്ള സ്പേസും മാഗ്നറ്റിക് ഫീൽഡാണ്. സത്യത്തിൽ ഇവിടെയും കറണ്ട് കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. കാരണം ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അകത്തുള്ള ആറ്റങ്ങളിലെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കറണ്ടിന് തുല്യമാണ്. അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടോട്ടലാണ് നമ്മൾ ഈ ബാർ മാഗ്നറ്റിൻ്റെ ഒക്കെ ഫീൽഡായിട്ട് നമ്മൾ കാണുക. അപ്പോൾ എന്തായാലും ബേസിക്കായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിനെ ഒഴിവാക്കി നിർത്തി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും വളരെ ടൈറ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അതിനെ വേർപെടുത്താൻ പറ്റില്ല. ഇനി മാഗ്നറ്റിക് ഫീൽഡിനുള്ള സ്വഭാവം ഒരു ഹൗണ്ടിൻ്റെ, ഒരു വേട്ടപ്പട്ടിയുടെ സ്വഭാവമാണ് മാഗ്നറ്റിക് ഫീൽഡിന്. വേട്ടപ്പട്ടിയുടെ സ്വഭാവം എന്താ? ഒരു പ്രേ അതിൻ്റെ അടുത്ത് അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ ഈ വേട്ടപ്പട്ടി അതിനെ ശല്യം ചെയ്യില്ല, നോക്കിക്കൊണ്ട് വെറുതെ കിടക്കുക. പക്ഷേ ഇതൊന്ന് അനങ്ങിയാൽ ചാടിപ്പിടിക്കും. ഈ സ്വഭാവം മാഗ്നറ്റിക് ഫീൽഡിനുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്, ഇലക്ട്രിക് ചാർജ് കൊണ്ട് വെറുതെ അനങ്ങാതെ വെച്ചിരുന്നാൽ ഫീൽഡ് മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഇതൊന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ ഒന്നുകിൽ ഇത് അട്രാക്റ്റീവ് അല്ല റിപ്പിൽ ചെയ്യും, ഒരു സൈഡിലേക്ക് ഇത് തട്ടിത്തെറിപ്പിച്ച് കളയും. ആ ഫോഴ്സിനെയാണ് ലോറൻസ്, LORENTZ, ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുക. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് EQ. ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ചാർജിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അതിലെ ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് പേര് പറയുന്നത്. അതിൻ്റെ സ്ട്രെങ്ത് കാണാനുള്ള ഫോർമുല, ഇതെല്ലാം ഒബ്സർവേഷനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ലോകളാണ്. എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ലോകളാണ്. അപ്പോൾ ഇതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിന് ഒരു ഡയറക്ഷനുണ്ട്, ഓരോ സ്ഥലത്തും അതിനോരോ ഇൻറ്റൻസിറ്റി, സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമ്മൾ B എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് E, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് B, ക്യാപിറ്റൽ B.
അതിന് ഡയറക്ഷൻ ഉണ്ട്, വെക്ടറാണ്. ഇതിപ്പോൾ ഇങ്ങോട്ട് ഡയറക്ഷനുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട് എന്നിരിക്കട്ടെ. ആ ഫീൽഡിൽ കൂടി ഒരു ഇലക്ട്രിക് ചാർജ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഷൂന്ന് പാഞ്ഞു പോവുക വിത്ത് എ വെലോസിറ്റി വി. ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്, ഈ ചാർജ് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് മാഗ്നറ്റിക് ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ ബേസാണിത്. ഇത് വെക്ടർ ഫോമിൽ പറഞ്ഞാൽ ക്യൂ സ്കെയിലറാണ്, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും വെലോസിറ്റിയും വെക്ടേഴ്സാണ്. അപ്പോൾ എ ബി സൈൻ തീറ്റ, വെക്ടർ എയും വെക്ടർ ബിയും കൂടെ എടുത്താൽ എ ബി സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി ആണ്. അത് ആ ചൂട് പിടിച്ച് ഇവിടെ എഴുതാം. മാഗ്നറ്റിക് ഫോഴ്സ് എഫ് എം ഈക്വൽസ് വെക്ടർ എഫ് എം ഈക്വൽസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. വി ക്രോസ് ബി അതിൻ്റെ ഡയറക്ഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണാം. ഈ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണുന്ന പോലെ എയിൽ നിന്ന് ബിയിലേക്കൊരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ തിരിച്ചാൽ സ്ക്രൂവിൻ്റെ ടിപ്പ് എങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുമോ അതാണ് ഈ എഫ് എമ്മിൻ്റെ ഡയറക്ഷൻ. നമുക്ക് സ്പെഷ്യൽ കേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ വർക്കിംഗ് റൂളായിട്ട് കാണാം. അത് ഞാൻ എൻ്റെ റൂളായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീറ്റ 0 അല്ലെ 180 ഡിഗ്രി, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ ചാർജ് ചലിക്കുന്നു, വെലോസിറ്റി ഇങ്ങോട്ടാണ്, അപ്പോൾ തീറ്റ 0 അല്ലെങ്കിൽ വെലോസിറ്റി ഇങ്ങോട്ട് ബിക്കെതിരെ പോവുക, അപ്പോൾ തീറ്റ 180 ഡിഗ്രി. രണ്ട് കേസിലും സൈൻ തീറ്റ 0. സൈൻ 180യും സൈൻ 0യും 0. അപ്പോൾ എഫ് എം ഈസ് 0. അപ്പോൾ ഫീൽഡിന് പാരലായിട്ട് ചാർജ് ചലിക്കുമ്പോൾ ദി ചാർജ് വോൺ മൈൻഡ്, മാഗ്നറ്റിക് ഫീൽഡ് വോൺ മൈൻഡ്, ശല്യം ചെയ്യില്ല ചാർജിന്. ഇനി തീറ്റ വെലോസിറ്റി 0, ചാർജ് അനങ്ങാതെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വെലോസിറ്റി 0, അപ്പോഴും എഫ് എം ഈസ് 0. ഇപ്പോൾ സ്റ്റാറ്റിക് ചാർജിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരാക്ഷനും ഇല്ല, ചാർജ് ചലിക്കണം. ഇനി തീറ്റ 90 ഡിഗ്രി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് ചാർജ് ചലിക്കുന്നതെങ്കിൽ തീറ്റ ഈസ് 90 ഡിഗ്രി ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് എഫ് എം ഈക്വൽസ് ബി ക്യു വി സൈൻ 90. സൈൻ 90 ഈസ് 1 ഓർ എഫ് എം ഈസ് ബി ക്യു വി. ദറ്റ് ഈസ് എ മാക്സിമം ഫോഴ്സ്. ഇനി ഈ സ്പെഷ്യൽ കേസ് നമുക്ക് വളരെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഞാനൊന്ന് പറയുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടറാണ് ബി, അപ്പോൾ അതൊരു ആരോ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡോട്ട് ഇട്ടിട്ട് സർക്കിളിനകത്ത് ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഡയറക്ഷൻ ഔട്ട് ഓഫ് ദി പേപ്പർ ആണെന്ന് അർത്ഥം. ഈ ആരോയുടെ ടിപ്പായി ഡോട്ടായിട്ട് കാണിക്കുന്നത്, അപ്പോൾ പേപ്പറിന് വെളിയിലോട്ട്. ഈ ഡയറക്ഷനിലൊരു ചാർജ് ഇങ്ങോട്ട് എൻട്രി ചെയ്യുക ഫീൽഡിലോട്ട്. അപ്പോൾ ഇത് തീറ്റ ഇവിടെ 90 ഡിഗ്രി, ആ ഫീൽഡ് ഔട്ട് ഓഫ് ദി പേപ്പറും വെലോസിറ്റി പേപ്പറിൽ കൂടെയും ആകുമ്പോൾ ആംഗിൾ ഈസ് 90 ഡിഗ്രി എങ്കിൽ ലോറൻസ് ഫോഴ്സ് ഈസ് ബി ക്യു വി. ഇവിടെ ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ എൽ എം പി, ക്യാപിറ്റൽ എൽ ക്യാപിറ്റൽ എം പി. എൽ എം പി എന്ന് പറയുന്നൊരു പാട്ട് ലോക്കൽ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് ഈ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ. എൽ എം പി ലോക്കൽ മെഡിക്കൽ പ്രാക്ടീഷണർ, എൽ എം പി എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോൾ നമുക്ക് എൽ എം പി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മോട്ടോർ പാം റൂൾ. മോട്ടോർ എന്ന് പറയുമ്പോൾ ഈ ഇതേ കിട്ടുന്ന മെക്കാനിക്കൽ ഫോഴ്സാണ്, ചാർജിനെ തെറിപ്പിക്കുന്ന ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ ഫോഴ്സ് എന്നും വിളിക്കും. ലെഫ്റ്റ് മോട്ടോർ പാം എൽ എം പി. അപ്പോൾ ഏത് കൈയുടെ കൈയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൻ്റെ പാം. ഈ പാം കൈ ഇങ്ങനെ പാം നൂർത്ത് പിടിക്കണം. ഈ 4 വിരലുകളെ ചാർജ് പോകുന്ന ഡയറക്ഷനെ ചൂണ്ടിപ്പിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആരോ, അത് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വെക്ടറിൻ്റെ ആരോ ഈ ഉള്ളം കൈയിൽ വന്ന് മുട്ടത്തക്കവണ്ണം വേണം ഈ കൈ ഇടത്ത് കൈയുടെ പത്തി പിടിക്കാൻ. തള്ള വിരലിതിന് പെർപെൻഡിക്കുലറായിട്ട് നൂർത്ത് പിടിക്കുക. ഈ ഫിഗർ അനുസരിച്ച് ഇപ്പോൾ ചാർജ് അങ്ങോട്ടാണ് പോകുന്നത്, വെലോസിറ്റി. അപ്പോൾ 4 വിരൽ അങ്ങോട്ട് പിടിക്കുക. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടിപ്പ് പേപ്പറിന് വെളിയിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളം കൈയിൽ
വെക്ടറിൻ്റെ ടിപ്പ് വന്ന് മുട്ടണമെങ്കിൽ ഇങ്ങനെ പിടിക്കണം. ഇപ്പോൾ തള്ളവിരൽ മുകളിലോട്ടാണ് നിൽക്കുന്നത്. ആ തള്ളവിരലിൻ്റെ ഡയറക്ഷനാണ് FM-ൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ചുരുക്കത്തിൽ ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സ്. ഏത് വസ്തുവിൽ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഫോഴ്സ് വന്നാലും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറില്ല, പക്ഷേ ഡയറക്ഷൻ മാറും. ആൻഡ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് എ സർക്കുലർ മോഷൻ. ഈ ഫോഴ്സ് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ഡയറക്ഷൻ അല്പം ഒന്ന് മാറും, ഉടനെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറും. ഏത് കേസിലെടുത്ത് വെലോസിറ്റി ഇങ്ങോട്ട് വരുമ്പോഴും ഈ LMP റൂൾ അപ്ലൈ ചെയ്താൽ ഫോഴ്സ് ഇങ്ങോട്ടാണെന്ന് കിട്ടും. ഇവിടെ വെച്ച് ഇങ്ങോട്ടാണ് വെലോസിറ്റി, അപ്പോഴും LMP റൂൾ വെച്ച് ഫോഴ്സ് ഇങ്ങോട്ടാണെന്ന് കിട്ടും. ഇങ്ങനെ ഇവിടെ വരുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാണ്, അപ്പോൾ FM ഇങ്ങോട്ടാണെന്ന് കിട്ടും. അപ്പോൾ എപ്പോഴും ഇത് വെട്ടിത്തിരിഞ്ഞ് ഓരോ പോയിൻ്റ് വരുമ്പോഴും ലോറൻസ് ഫോഴ്സ് ഈ ഒരു സർക്കിളിൻ്റെ ഒരു ഫിക്സഡ് പോയിൻറ്റിലോട്ടാണ് വരുന്നത്. ആ ഫിക്സഡ് പോയിൻ്റ് സെൻറ്ററായിട്ടുള്ള സർക്കിളിൽ ഈ പാർട്ടിക്കിൾ കിടന്ന് കറങ്ങും. അപ്പോൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് 90 ഡിഗ്രിയിൽ കടത്തി വിട്ടാൽ ഇതൊരു സർക്കിളിൽ കിടന്ന് ആ ഫീൽഡിനുള്ളിൽ കുടുങ്ങിപ്പോവും. ഫീൽഡിൽ നിന്ന് പുറത്ത് ചാടില്ല, അതിനകത്ത് കിടന്ന ഒരു സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്, സ്റ്റഡി സ്പീഡ്. അവിടെ അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ലോറൻസ് ഫോഴ്സാണ്. കാരണം സെൻട്രലിലേക്കല്ലേ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് കയറിയെന്ന് എവിടെ കണ്ടാലും, പെർപെൻഡിക്കുലറായിട്ട് കയറിയെന്ന് എവിടെ കണ്ടാലും നമുക്കൊരു കണ്ടീഷൻ കൈവശമുണ്ട്: സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് ലോറൻസ് ഫോഴ്സ്. മറക്കരുത്, ഇതെപ്പോഴും ഉപയോഗിക്കാം പല ചോദ്യങ്ങളിൽ. അപ്പോൾ നമുക്ക് ബേസിക് ഇക്വേഷൻ mv²/r സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് BQV. 90 ഡിഗ്രി കയറുമ്പോഴാണ് ഇങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത്. 90 ഡിഗ്രി അല്ല എങ്കിൽ ഇത് പാത്ത് മാറും. വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് പോസ്റ്റിംഗ്. അപ്പോൾ mv²/r ഈക്വൽസ് BQV. ദിസ് ഈസ് ദി ബേസിക് ഇക്വേഷൻ ഇൻ ഇലക്ട്രോമാഗ്നറ്റിസം. ഇനി ഇലക്ട്രോ ഡൈനാമിക്സ് എന്നും പറയും ഈ ഭാഗത്തിന്. ഇവിടുന്ന് ഒരു V അങ്ങ് ക്യാൻസൽ ചെയ്യുമ്പോൾ mv/r ഈക്വൽസ് BQ. ഇതോർത്തിരുന്നാൽ മതി. ഇത് പല സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഒന്ന് ബിഗിനിങ് ആയിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നു. ബാക്കി അടുത്ത പോസ്റ്റിങ്. താങ്ക് യു.